നമസ്കാരം. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുന്നതിനും സർവീസ് പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരിക്കുന്നതിനുമായി രൂപീകരിച്ച 12ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ നിശ്ചയിച്ച് സർക്കാർ ഉത്തരവ് GOMS 37/2026 തീയതി 5/3/2026. കമ്മീഷൻ മുമ്പാകെയുള്ള പരിഗണനാ വിഷയങ്ങൾ: സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മറ്റ് അലവൻസുകളും പരിഷ്കരിക്കുന്നതിന് വേണ്ട ശുപാർശകൾ നൽകുക. ഇതിനായി സർക്കാർ സർവീസിലുള്ളവർ, പാർട്ട് ടൈം ജീവനക്കാർ, കാഷ്വൽ ജീവനക്കാർ, എയ്ഡഡ് സ്കൂൾ കോളേജ് ജീവനക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, കോർപ്പറേഷൻ, മുനിസിപ്പൽ കണ്ടിജന്റ് ജീവനക്കാർ, ഗ്രാൻസ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ UGC, AICT ശമ്പള സ്കെയിലുകൾ വാങ്ങിക്കുന്നവരെയും കേന്ദ്ര ശമ്പള സ്കെയിലുകൾ വാങ്ങിക്കുന്ന മെഡിക്കൽ കോളേജ് അധ്യാപകരെയും ജുഡീഷ്യൽ ജീവനക്കാരെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സർക്കാർ ജീവനക്കാരുടെ നിലവിലെ ശമ്പള ഘടന, പ്രൊമോഷൻ സാധ്യതകൾ, സർവീസ് കാര്യങ്ങൾ, മറ്റ് അലവൻസുകൾ, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയിൽ ആവശ്യമായ മാറ്റങ്ങൾ ശുപാർശ ചെയ്യുക. ഒരേ തസ്തികയിൽ ദീർഘകാലം ജോലി ചെയ്യുന്ന ഗസറ്റഡ്, നോൺ ഗസറ്റഡ് ജീവനക്കാർക്ക് നോൺ കേഡർ പ്രൊമോഷൻ നൽകുന്നതിനുള്ള പുതിയ ശുപാർശകൾ സമർപ്പിക്കുക. സർവീസ് പെൻഷൻകാർക്ക് ലഭ്യമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളിലും വേണ്ട പുതിയ മാറ്റങ്ങൾ നിർദ്ദേശിക്കുക. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് നിലവിൽ ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും സംസ്ഥാന ജീവനക്കാർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് വേണ്ട പുതിയ മാറ്റങ്ങൾ നിർദ്ദേശിക്കുക. മുൻ ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക. സർക്കാർ സർവീസ് കൂടുതൽ കാര്യക്ഷമവും ജനസൗഹൃദവും സുതാര്യവുമാക്കാനുള്ള പുതിയ നിർദ്ദേശങ്ങൾ. വനിതാ ജീവനക്കാർ സർവീസിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക. ശമ്പള നിർണയം നിശ്ചയിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലളിതവും സുതാര്യവുമാക്കാനുള്ള പുതിയ നിർദ്ദേശങ്ങൾ. കമ്മീഷൻ സർക്കാരിന് സമർപ്പിക്കുന്ന പുതിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ സർക്കാരിനുണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യത കണക്കാക്കുക. ശമ്പളവും പെൻഷനും 1/7/2024 മുതൽ മുൻകാല പ്രാബല്യത്തോടെ പരിഷ്കരിക്കുക. ഇത് സംബന്ധിച്ചുള്ള കമ്മീഷൻ റിപ്പോർട്ട് 3 മാസത്തിനുള്ളിൽ സർക്കാരിന് സമർപ്പിക്കുക. 12ാം ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ. കമ്മീഷന് പ്രവർത്തിക്കുവാൻ തിരുവനന്തപുരം കേന്ദ്രമായി ഒരു ഓഫീസ് പ്രവർത്തന സജ്ജമാകും. പൊതുജനങ്ങളിൽ നിന്നും സർക്കാർ ജീവനക്കാരിൽ നിന്നും പെൻഷൻകാരിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വീകരിക്കുവാൻ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യും. സംസ്ഥാനത്തെ അംഗീകാരമുള്ള സംഘടനകൾക്ക് കമ്മീഷൻ അംഗങ്ങളെ നേരിട്ട് കാണാനും അഭിപ്രായങ്ങൾ സമർപ്പിക്കുവാനായിട്ടുള്ള അവസരമുണ്ടാകും. പൊതുജന അഭിപ്രായം സ്വരൂപിക്കൽ. സർക്കാർ ജീവനക്കാരും അധ്യാപകരും സർവീസ് പെൻഷൻകാരും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന സംഘടനകൾ മുഖാന്തരം കമ്മീഷന്റെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുകൂടാതെ വ്യക്തിപരമായ അഭിപ്രായമുള്ളവർ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയാൽ ആ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് കമ്മീഷന് മുമ്പാകെ അവതരിപ്പിക്കുന്നതുമാണ്. താങ്ക് യു.